ഹൂതികൾ ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ തിരിച്ചടിച്ച് അമേരിക്ക. ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളുമാണ് അമേരിക്ക തകർത്തത്. ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യം വെച്ച ഹൂതികളുടെ 2 ആന്റി ക്രൂസ് മിസൈലുകളും ഒരു ഡ്രോണുമാണ് അമേരിക്ക ആക്രമിച്ചു നശിപ്പിച്ചത്. ഇതോടൊപ്പം ഹൂതികളുടെ 3 ആളില്ലാ ബോട്ടും അമേരിക്ക തകർത്തു. അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണങ്ങളിൽ 18 ഹൂതി കേന്ദ്രങ്ങൾ തകർന്നതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു ഓയിൽ ടാങ്കർ കപ്പലിലേക്ക് ഹൂതികൾ ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തിരുന്നു. ഇത് പക്ഷേ ലക്ഷ്യം കണ്ടില്ല. എന്നാൽ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വാണിജ്യ കപ്പൽ ഹൂതികൾ തകർത്തിരുന്നു. ഇതിൽ നിന്ന് 27 കിലോമീറ്റർ നീളത്തിലാണ് ക്രൂഡ് ഓയിൽ കടലിൽ പടർന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി സൗദിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരുക്കത്തിലാണ്. കൂടാതെ സൗദി മുതൽ ജിബൂട്ടി വരെയുള്ള പ്രദേശത്ത് കടലിനടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന 4ഓളം ഇന്റർനെറ്റ് കേബിളുകളും ഹൂതികൾ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്റർനെറ്റ് സ്തംഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ കണക്ടിവിറ്റിക്ക് തടസ്സം നേരിട്ടതും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ പിന്തുണയോടെ കഴിഞ്ഞ നവംബർ മാസം മുതൽ ചെങ്കടലിൽ അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുകയാണ്. ആന്റി ഷിപ്പ് മിസൈലുകളും ഡ്രോണുകളും ആളില്ലാ ബോട്ടുകളും ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം ചെങ്കടലിലെ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല ജലനിരപ്പിന് താഴെക്കൂടി പ്രയോഗിക്കുന്ന ടോർപിഡോ മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗിക്കുമെന്നും യമനിലെ ഈ സായുധ സംഘടന പറയുന്നുണ്ട്. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് പലസ്തീൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൂയസ് കനാലിന് സമീപം ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത്. ലോക വ്യാപാരത്തിന്റെ 12% ഈ വാണിജ്യ കടൽപാതയിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ആക്രമണം ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നത് വരെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പറയുന്നത്. അതിനിടയിൽ ഗാസയിൽ വെടിനിർത്തലിന് അമേരിക്ക വഴങ്ങിയിരിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ചയോടുകൂടി വെടിനിർത്തൽ പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. ബന്ദികളെ വിട്ടയക്കുവാനും വെടിനിർത്തലിനുമായുള്ള ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക പ്രതിനിധികൾ നയതന്ത്ര ചർച്ചയ്ക്കായി ഇപ്പോൾ ഖത്തറിലാണ്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിനും ഗാസയിൽ സഹായം എത്തിക്കുന്നതിനുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. 23 ലക്ഷം പലസ്തീനികളാണ് ഗാസയിൽ പട്ടിണിയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. മാത്രമല്ല ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതോടെ ഇസ്രായേൽ തടവിൽ കഴിയുന്ന പലസ്തീനികളും സ്വതന്ത്രരാകും.